अच्छा, मोनालिसा जो है आपकी गर्लफ्रेंड है, यानी कि गांव से उनसे प्यार करते आ रहे हैं। आप ये बताइए कि जब वो शादी की उस लड़का से, तो कैसे आपको पता चला? हमको जब हम रील देख रहे थे तब हमको मतलब 2-3 रील आया तो हमको लगा फेक है, लेकिन जब लगातार रील आने लग गया तो हमको मतलब इतना हो गया कि वो किसी और से शादी कर ली है। हम उसके पास कॉल कर रहे हैं तो मेरा कॉल का रिप्लाई ही नहीं दे रही रिप्लाई नहीं दे रही। नहीं, हम कितना नंबर से कॉल कर चुके हैं। अच्छा अब किसी के भी बाप को ऐसा थोड़ी लगेगा कि अच्छा लगेगा। अब मुझे यहाँ आके पता लगा कि वहाँ से मुझे भगाया गया, वो तो ठीक ही था, अपन यहाँ आके पता लगा कि उन्होंने शादी कर लिया। अच्छा नहीं किया मेरे लिए। अब हमारे लिए पूरे देश भर से, हमारी समाज से बहुत सारे कॉल आ रहे हैं, बहुत सारी इज्जत उतार रहे हैं कि ऐसा क्या कर दिया उन लोगों ने। मेरी बेटी कभी बाहर कभी मेरे से 2 मिनट नहीं जाती थी, ऐसा क्या कर दिया। तो उन लोगों ने सबने मिलके मुझे भी भगा दिया और लड़की को भी लेके चले गए। मेरा सामान उधर ही छोड़ के चले गए। मैं काफ़ी टाइम तक वहाँ पे रहा। मैं बहुत रोया भी वहाँ पे कि मेरी लड़की वापस दे दो, मुझे 2 मिनट बात कर लें, तो बात भी नहीं करवाया और वो लोग लेके चले गए। कहाँ के थाने का मामला है? ये गांव का नाम तो मैं भूल गया हूँ शायद। तिरुवनंतपुरम। हाँ, तिरुवनंतपुरम। ये मेरा सुबह का फ्लाइट का टिकट था, अच्छा मेरी लड़की का और मेरा। अच्छा, दोनों का था। हमारा आना था, उन्होंने पुलिस थाने में गाड़ी रख दिया। हमारा फ्लाइट का टिकट कैंसिल हो गया था सर। फिर मैं काफ़ी समय तक वहाँ रहा, मेरे पास पैसे नहीं थे, तो फिर मैंने भैया से डलवाए, फिर ये दूसरा टिकट लिया, फिर मेरे को अकेले को भेजा। पूरी नाइट पूरा दिन सो नहीं पाया, खाना नहीं खा पाया। तो जब आप यहाँ से गए अपनी बेटी को लेकर हीरोइन के रूप में लेके मैं गए बहुत थे, बड़ी उम्मीद करके गया था कि मेरी लड़की को कोई सिखाने वाला मिला तो भाई उसको मैं ये सोचूंगा कि भाग्य खुल गया। भाग्य खुल गया। जो भी होगा, मैं एक्टिंग करेगी तो और देश का नाम रोशन होगा, समाज का नाम रोशन होगा। നമസ്കാരം കൂട്ടുകാരെ. അപ്പൊ നമ്മുടെ മൊണാലിസയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് കേട്ടോ. നമുക്കറിയാലോ, കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വലിയ രീതിയിൽ ആഘോഷിച്ച ഒരു വിവാഹമായിരുന്നു മൊണാലിസയുടേത്. ഒരു അന്യ സംസ്ഥാന പെൺകുട്ടി കേരളത്തിൽ വന്ന് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. അതിനാണെങ്കിൽ ചുക്കാൻ പിടിച്ചതോ ഇവിടുത്തെ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ ഉണ്ടായിരുന്നു. ശരിക്കും നമുക്കിത് കേൾക്കുമ്പോൾ വലിയൊരു വിപ്ലവമായിട്ട് തന്നെ നമുക്ക് തോന്നാം. പക്ഷെ ഈ തിളക്കമുള്ള ക്യാമറ കണ്ണുകൾക്കും ആ ഒരു ആഘോഷങ്ങൾക്കും അപ്പുറത്ത് മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള ഒരു കുഞ്ഞു കുടിലിൽ തകർന്നുപോയ ഒരു കുടുംബമുണ്ട്. ആ അച്ഛന്റെയും അമ്മയുടെയും ശാപവാക്കുകളും കണ്ണുനീരും നമ്മൾ കാണാതെ പോകരുത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും മൊണാലിസയുടെ ഈ ഒരു വിവാഹത്തിന് പിന്നിലെ കാണാപ്പുറങ്ങൾ തന്നെയാണ്. മൊണാലിസയുടെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യന്തം ദരിദ്രമായിട്ടുള്ള സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. അവളുടെ അച്ഛൻ ഒരു സാധാരണ ഡ്രൈവറാണ്. തന്റെ മകൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് അവളെ എല്ലാ കാര്യങ്ങളിലും വിശ്വസിച്ച് കൂടെ കൊണ്ടു നടന്ന ഒരാളായിരുന്നു അദ്ദേഹം. മൊണാലിസയാണെങ്കിലോ ഷൂട്ടിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും മകളുടെ കരിയറിന് വേണ്ടിയിട്ട് ആ അച്ഛൻ കൂടെ നിന്നു. പക്ഷേ ആ ഒരു വിശ്വാസത്തെയാണ് അവൾ 2 മാസത്തെ മാത്രം പരിചയമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ബലി കഴിച്ചത്. ഇന്ന് അവളുടെ വീട്ടിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ പട്ടിണിയും സങ്കടവും മാത്രമാണ് ബാക്കിയുള്ളത്. അവളുടെ 4 കുഞ്ഞു സഹോദരങ്ങൾ പോലും എന്തിനാണ് തങ്ങളുടെ ചേച്ചി പോയതെന്ന് പോലും അറിയാതെ അവർ വിങ്ങിപ്പൊട്ടുകയാണ്. ആ കാഴ്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഒരു വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതും ഇതിന് പിന്നിൽ നിന്ന് രാഷ്ട്രീയക്കാർ തന്നെയാണ്. സ്വന്തം മകളുടെ വിവാഹമാണെങ്കിൽ ഇത്തരത്തിൽ അവർ ധൃതി പിടിച്ച് മാതാപിതാക്കളെ അറിയിക്കാതെ ഇവർ നടത്തിക്കൊടുക്കുമോ? കേരളം സുരക്ഷിതമാണ്, ഇവിടെ മതേതരത്വം ഉണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാവം പെൺകുട്ടിയെയും അവളുടെ കുടുംബത്തെയും ഇവർ കരുവാക്കിയതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള പരാതികൾ പോലും ഉയർന്നിട്ട് പോലും അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ പോലും പരിശോധിക്കാതെയാണ് ഒരു കുടുംബത്തിന്റെ അനുവാദമില്ലാതെ ഇത്തരമൊരു ആഘോഷം നടത്തിയത്. എത്രത്തോളം ശരിയാണല്ലേ? കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനതയോട് ആ പിതാവ് ചോദിക്കുന്ന ചോദ്യങ്ങളും നമ്മുടെ മനസ്സാക്ഷിയെ പൊള്ളിക്കുന്ന തന്നെയാണ്. പ്രണയം തെറ്റാണെന്ന് ആരും ഒരിക്കലും പറയത്തില്ല. പക്ഷേ മാതാപിതാക്കളെ വഞ്ചിച്ച് അവർക്ക് വലിയൊരു മാനഹാനി ഉണ്ടാക്കിക്കൊണ്ടുള്ള ഈ ഒരു മാറ്റം എത്രത്തോളം ഗുണകരമാകും? വെറും 2 മാസത്തെ പരിചയം കൊണ്ട് ഒരാളെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തത് ശരിയായിട്ടുള്ള തീരുമാനമാണോ? അല്ല. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾക്കും കമന്റുകൾക്കും അപ്പുറത്തും യഥാർത്ഥ ജീവിതവും കഠിനമാണ്. നാളെ ഈ ഒരു പകിട്ടൊക്കെ തീരുമ്പോൾ മാധ്യമങ്ങൾ തന്നെ അവളെ ഉപേക്ഷിക്കുമ്പോൾ അവൾക്ക് തിരിച്ചു പോകാൻ ഒരിടം ബാക്കിയുണ്ടാകുമോ? സ്വന്തം വേരുകൾ മുറിച്ചു മാറ്റിക്കൊണ്ടുള്ള ഈ ഒരു വളർച്ച തീർച്ചയായിട്ടും അപകടകരമാണ്. ഇവിടെ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. മറ്റൊരാളുടെ കണ്ണുനീരിന് മേൽ കെട്ടിപ്പൊക്കുന്ന സന്തോഷം അത് ഒരിക്കലും ദീർഘകാലം നിലനിൽക്കില്ല എന്നുള്ളത്. മൊണാലിസയുടെ അമ്മ തറയിൽ കിടന്ന് ഉരുണ്ട് കരയുന്ന ദൃശ്യങ്ങൾ ആരെയും വേദനിപ്പിക്കും. ആ അമ്മയുടെ ശാപം അവളെ പിന്തുടരുമെന്ന് പറയുന്നവരും ഏറെയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ. ഒരു പെൺകുട്ടി തന്റെ കുടുംബത്തെയും സഹോദരങ്ങളെ ഇത്ര വേഗത്തിൽ മറക്കാൻ പാടുണ്ടോ? ഈ വിവാഹം നടത്തിയവർ ആ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളെയാണ് ബലി കൊടുത്തത്.
ഒരിക്കലും നമ്മുടെ മുന്നിൽ വരുന്ന വാർത്തകളുടെ ഒരു വശം മാത്രം നോക്കി അത് കണ്ട് ഒരിക്കലും ആവേശം കൊള്ളരുത്. അതിന്റെ മറുരൂപം കൂടി നമ്മൾ ചിന്തിക്കണം. മൊണാലിസയുടെ കുടുംബത്തിനുണ്ടായ ഈ ഒരു നഷ്ടം നികത്താൻ ആർക്കും കഴിയില്ല. സോഷ്യൽ മീഡിയയിലെ ആഘോഷങ്ങൾക്കപ്പുറം ഒരു പെൺകുട്ടിയുടെ ജീവിതം, ഒരു കുടുംബത്തിന്റെ സമാധാനമാണ് ഇവിടെ നഷ്ടമായത്. ഇതുമായിട്ട് സമാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. കേരളത്തിലെ മുൻപ് ഹാദിയ കേസ് അല്ലെങ്കിൽ നിമിഷ ഫാത്തിമ തുടങ്ങിയ കേസുകൾ ഇത്തരത്തിൽ വലിയ ചർച്ചയായവയാണ്. പ്രണയത്തിന്റെ പേരിൽ സ്വന്തം കുടുംബത്തിന്റെയും അതുപോലെ നാടിനെയും ഉപേക്ഷിച്ചു പോയ പലർക്കും പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് നമ്മൾ കണ്ടതാണ്. പ്രണയത്തിന്റെ ആവേശത്തിൽ വീട് വിട്ടിറങ്ങിയ പലരും പിന്നീട് എത്തിപ്പെട്ടത് എവിടെയാണെന്ന് നമ്മൾ കണ്ടതുമാണ്. സിറിയയിലെ ക്യാമ്പുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരും പിന്നീട് വഞ്ചിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്തവരും നമ്മുടെ മുന്നിലുണ്ട്. മൊണാലിസയുടെ കാര്യത്തിലും ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നോക്കൂ, പ്രണയിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ നിങ്ങളെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് അവരെ ലോകത്തിന് മുന്നിലെ നാണം കെടുത്തിക്കൊണ്ട് ആ നേടുന്ന പ്രണയമുണ്ടല്ലോ, അത് എത്രത്തോളം സത്യസന്ധമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 2 മാസത്തെ പരിചയം കൊണ്ട് ഒരാളെ വിശ്വസിക്കുന്നതിനേക്കാൾ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ആരെയാണ്? നിങ്ങളെ 20ഓ 25ഓ വർഷം സ്നേഹിച്ച ആ മാതാപിതാക്കളെയാണ്. ഒരു നിമിഷത്തെ എടുത്തുചാട്ടം നിങ്ങളുടെ ജീവിതം മാത്രമല്ല, ഒരു കുടുംബത്തെ മുഴുവനും ഇല്ലാതാക്കും. പിന്നെ മാതാപിതാക്കളോട് പറയണമെങ്കിൽ അവര് മക്കളുമായിട്ട് ഒരു സുഹൃത്ത് ബന്ധം പുലർത്തണം. അവർക്ക് എന്ത് കാര്യവും തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം വീട്ടിലുണ്ടാക്കണം. സൈബർ ലോകത്തെ കെണികളെക്കുറിച്ചും പെട്ടെന്നുണ്ടാകുന്ന പ്രണയബന്ധങ്ങളിലെ ആ ഒരു അപകടങ്ങളെക്കുറിച്ചും മക്കളെ ബോധവാന്മാരാക്കണം. മക്കളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അത് ശ്രദ്ധിക്കാനും അവരോട് ചേർന്ന് നിൽക്കാനും മാതാപിതാക്കൾക്ക് കഴിയണം. എന്തായാലും ഈ ഒരു സംഭവത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ നിയമപരമായിട്ടുള്ള കുരുക്കുകൾ നോക്കുകയാണെങ്കിൽ, പ്രായപൂർത്തിയായില്ല എന്ന് തെളിഞ്ഞാൽ, അങ്ങനെ ഒന്ന് തെളിയുകയാണെങ്കിൽ വിവാഹം നടത്തിയവർക്കും അതിൽ പങ്കാളിയായവർക്കും ജയിൽ ശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു കുറ്റമാണിത്. പിന്നെ സാമൂഹികമായിട്ടുള്ള ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ആ കുടുംബം അവരുടെ നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ളതാണ്. സഹോദരിമാരുടെ വിവാഹത്തെയും പഠനത്തെയും വരെ അത് ബാധിക്കും. പിന്നെ അതിനേക്കാളും ഏറ്റവും വലുതാണ് മാനസിക തകർച്ച എന്ന് പറയുന്നത്. മാതാപിതാക്കളുടെ മാനസിക ആരോഗ്യം അത് തകരുന്നതും ആത്മഹത്യപരമായിട്ടുള്ള ചിന്തകളിലേക്ക് അവർ നയിക്കപ്പെടുന്നതും ഇത് വലിയൊരു അപകടമാണ്. പിന്നെ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. വലിയ ആഘോഷത്തോടെ നടത്തിയ ഈ വിവാഹങ്ങളുണ്ടല്ലോ, മാസങ്ങൾക്കുള്ളിൽ തന്നെ തകരുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അന്ന് ഈ കൂടെ നിന്നവരൊന്നും അന്ന് സഹായത്തിനും ഉണ്ടാകില്ല. ഈ ക്യാമറ കണ്ണുകൾക്ക് മുന്നിലെ ചിരിയും ആഘോഷവും അത് താൽക്കാലികമാണ്. പക്ഷെ മാതാപിതാക്കളുടെ കണ്ണുനീരിനാണെങ്കിലോ അതിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. രാഷ്ട്രീയക്കാർക്ക് ഇതൊരു വാർത്തയാണ്, പക്ഷെ ആ കുടുംബത്തിന് ഇതൊരു ജീവിതമാണ്. ജീവിതം കൊണ്ട് പന്താടാൻ ആരെയും അനുവദിക്കരുത്. അതുമാത്രമല്ല, പ്രണയം കണ്ണുകളെ അന്ധമാക്കുമ്പോൾ അതിലെ വിവേകം കൈവിടാതിരിക്കാനും ശ്രദ്ധിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത് ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല, മറിച്ച് നമ്മുടെ ഇടയിൽ ഇനി ഒരു മൊണാലിസ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതമായിരിക്കണം, നമ്മുടെ കുടുംബങ്ങൾ സമാധാനത്തോടെ കഴിയണം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? എന്ത് തന്നെ ആയാലും അത് തുറന്നെഴുതുക. താഴെ കമന്റ് ബോക്സ് തുറന്നു കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.